ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ അടുത്ത് വരികയാണ്. ഇപ്പോൾ എല്ലാവർക്കും അവധിയുണ്ട്, സ്കൂളിൽ എല്ലാവർക്കും വെക്കേഷൻ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനും പിള്ളേർക്ക് അവധി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിലാണിപ്പം. ഒരു 10 ദിവസം അവധിയല്ല, ഒരു 5-6 ദിവസമൊക്കെ നിന്നിട്ട് പോകാൻ ഓർത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ കാര്യം, നമുക്കിപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറുമ്പോഴേക്കും ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ഡള്ളായിട്ട്, ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. വെയിൽ വരുന്നു, മഴ വരുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു മോശം സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ്. നമ്മുടെ ഡ്രൈ ആവുന്ന ലിപ്സ് ആണെങ്കിലും സ്കിന്നിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും എല്ലാം മാറുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലൊരു ടോണറും നല്ലൊരു ഫേസ് പാക്കും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിന്ന്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും സ്കിന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആക്കി വെക്കുക. പുറത്തോട്ട് പോയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വരികയാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നമ്മൾ എപ്പോഴും എന്താ പറയുക, എപ്പോഴും നമ്മൾ ഒരു ഫ്രഷ് ആക്കി വെക്കണം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളമാണ്. നമുക്ക് ഒരുപാട് തണുപ്പായിക്കോട്ടെ ചൂടായിക്കോട്ടെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് മാത്രമല്ല, നമ്മൾ മുഖം എപ്പോഴും കഴുകുന്നതും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. തണുപ്പ് ഉള്ളിലോട്ട് ചെല്ലുന്തോറും നമ്മുടെ സ്കിന്നിന് ബ്ലഡ് സർക്കുലേഷനും എല്ലാം നല്ല രീതിക്ക് നടക്കും. നമ്മൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഐസ് ക്യൂബ്സ് വെച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും നമ്മൾ തണുത്ത വെള്ളത്തിൽ മുഖം മുക്കി വെക്കുന്നതും. ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. വെള്ളം ഉള്ളിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് നല്ല ഇതുണ്ടാവുക. അനുഭവം ഉള്ളതാണ്. എനിക്ക് ഒരുപാട് നാൾ വെള്ളം കുടിക്കാണ്ടെന്നല്ല, വെള്ളം ഒത്തിരി കുടിക്കാതെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് തൈര്. ഞാൻ എൻ്റെ സ്കിന്നിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്, എപ്പോഴും എല്ലാ വീക്കിലും നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഒരു ഫേസ് പാക്ക് ഒരു ടോണർ ഉപയോഗിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം അത് ഏറ്റവും നല്ല ടോണർ ഏറ്റവും നല്ല ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനും നമ്മൾ ഈ കടയിൽ മേടിക്കുന്നതോ അല്ലെങ്കിൽ പോയിട്ട് ഫേസ് പാക്കറ്റായിട്ട് മേടിച്ചുകൊണ്ട് വരുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള 1-2 സാധനം അത്ര ആയിക്കോട്ടെ അത് വെച്ച് ചെയ്യുന്നതാണ് എൻ്റെ റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സാധനമാണേ. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇത് നമ്മളുടെ തൈരാണ്, നല്ല ഫ്രഷ് തൈര്. ഈ തൈരിൽ 1 ടീസ്പൂണ്, അതായത് നമ്മളുടെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ കയ്യിൽ ഏത് കോഫി പൊടി, അതായത് നമ്മുടെ കാപ്പിപ്പൊടി വേണ്ട, ഓക്കെ, കാപ്പിപ്പൊടി നല്ലതാണ്, കൊള്ളില്ലെന്നല്ല, കാപ്പിപ്പൊടി വേണ്ട, നമ്മുടെ നെസ്കഫയോ ബ്രൂ കോഫി പൗഡറോ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ തൈരിൽ 1 ടീസ്പൂണിൽ ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തൈരിൽ 1 ടീസ്പൂൺ ബ്രൂ എന്ന അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും കിട്ടുക, കണ്ടോ, ഈ ഒരു കളറിലായിരിക്കും. ഇത് തൈരും ഒരു ബ്രൂ കോഫിയുടെ 1 ടീസ്പൂണും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടെക്സ്ചർ നന്നായിട്ട് മുഖം നല്ല ഫ്രഷ് ആയിട്ട് കഴുകിയിട്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിന് മുമ്പ് നമ്മൾ മുഖത്ത് വേറൊരു സാധനങ്ങളോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ മുഖം നല്ല ഫ്രഷ് ആയിട്ട് ഫേസ് വാഷാണോ സോപ്പാണോ എന്താണെന്നറിയില്ല, എന്ത് സാധനം ഇട്ടാലും മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു ഐറ്റം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത്, ഞാൻ നല്ലപോലെ മുഖത്ത് കഴുകിയിട്ട് വന്നിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമ്മളിത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കണ്ണിനടിയിൽ തൈരെന്ന് പറയുന്ന സാധനം ഏറ്റവും നല്ല സാധനമാണ്. ഈ കൂടുതൽ എണ്ണമയമുള്ള സ്കിന്നുകാരുണ്ടല്ലോ, എൻ്റെ സ്കിൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു എണ്ണമയവും അല്ല ഒരുപാട് ഡ്രൈയും അല്ല, ഒരു നടുക്ക് നിൽക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ എൻ്റെ സ്കിന്ന്. അപ്പോൾ അതുപോലെയുള്ള സ്കിന്നുകാർക്ക് ബ്രൂ കോഫി നെസ്കഫെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട്
സ്കിന്നിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ നമ്മളെ ഒരുപാട് എണ്ണമയമുള്ള സ്കിന്നുകാർക്ക് ബ്രൂ കോഫി ആഡ് ചെയ്യേണ്ട. അതിന് പകരം മഞ്ഞൾപ്പൊടി ഈ തൈരിലിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ സ്കിന്നിന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുരു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ചിലർക്ക് ഓപ്പൺ ആവത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ കുരു ഉണ്ടാവും. നമ്മൾ കഴുത്തിലും എല്ലാം തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ മുഖത്തിനല്ലെങ്കിൽ ഒരു കളറ്, നമ്മുടെ കഴുത്തിനല്ലെങ്കിൽ വേറൊരു കളർ, അങ്ങനെ ആയിരിക്കും കിട്ടുക. നന്നായിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ക്യാമറ ഇവിടെയാണ്, പക്ഷെ ഞാൻ സ്ക്രീനിൽ നോക്കി ചെയ്യുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് നല്ല പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഈ നമ്മൾ തേച്ചെടുത്തെല്ലാം നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടൊന്ന് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ആക്കും. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാനിനടിയിൽ പോയിരുന്നു ദയവ് ചെയ്ത് ഉണക്കരുത്. നമ്മൾ പെട്ടെന്ന് ഉണങ്ങട്ടെ, എന്നാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫാനിനടിയിൽ പോയി പലരും ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യമൊക്കെ സ്കിന്നിൻ്റെ ഇത് അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഫാനിനടിയിൽ പോയി എന്തെങ്കിലും തേച്ചിട്ട് ഉടനെ ഉണക്കുമായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഉണക്കിയാൽ നമ്മുടെ സ്കിന്നിലത് വലിഞ്ഞ് കയറുകയില്ല. നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഉള്ള ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് വേണം നമ്മുടെ സ്കിന്നിൽ തേച്ചിരിക്കുന്ന സാധനത്തെ വലിച്ചെടുത്തത് ഉണക്കാൻ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങൾ മുഖം കഴുകിയിട്ട് വന്ന് ടവൽ കൊണ്ട് ഉരച്ച് തുടക്കുകയും ചെയ്ത് നമ്മൾ ആ സ്കിന്നിലെ വാട്ടറിനെ നല്ല പോലെ ഒപ്പി എടുത്ത് കളയാൻ അറിയാലോ നിങ്ങളുടെ ചിലതെങ്ങനെ വരുന്നത്. ഇങ്ങനെ തുടച്ച് വലിച്ച് ഉരച്ച് തുടയ്ക്കാതെ നമ്മളിങ്ങനെ ഒന്ന് അമർത്തി തുടച്ച് വേണം എടുക്കാൻ. അപ്പോൾ അതിൻ്റെ കയ്യിലെല്ലാം എന്തെങ്കിലും ഒട്ടനുണ്ട്. അപ്പോൾ ഞാൻ കൈ കഴുകി മുഖം കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മുഖം നന്നായിട്ട് ഞാൻ കഴുകി വന്നിട്ടുണ്ട്. സോപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ വെള്ളത്തിൽ നല്ല പോലെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ കഴുകുക. ക്ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴുകുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ടർക്കി പോലത്തെ ടവലോ അല്ലെങ്കിൽ നോർമൽ ടവൽ തോർത്തോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. അല്ലാതെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഉരച്ച് തുടയ്ക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ടാണ് ചിലർ അങ്ങനെ ചെയ്യുന്നവരോടാട്ടോ പറഞ്ഞത്. ഇങ്ങനെ അമർത്തി ഇങ്ങനെ തുടയ്ക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ തുടയ്ക്കരുത്. ഇങ്ങനെ ഒപ്പി വിടാവുള്ളൂ. വലിച്ച് തുടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഉള്ള ഒരു സ്മൂത്തനിങ് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതായിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമോ? അപ്പോൾ നല്ലപോലെ കഴുകി നമ്മുടെ സ്കിന്നിനെ നല്ല ഇതാക്കിയിട്ടുണ്ട്. മുഖമൊക്കെ ഇപ്പോൾ കുറച്ചൊരു നമ്മൾ തേച്ചതിൻ്റെ ആ ഒരു നമുക്ക് റിസൾട്ട് എന്താണെങ്കിലും ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു ബ്രൂ കോഫിയും തൈരും കൂടെ ആഡ് ചെയ്തിട്ട് തേക്കുന്നതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു പണി കൂടെയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇതാണ് അത് കഴിഞ്ഞുള്ള പണി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഇതിലെടുത്തത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മളുടെ കഞ്ഞിവെള്ളമാണ്, അതായത് റൈസ് വാട്ടർ. ഇത് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കഞ്ഞി തിളച്ച് കഴിഞ്ഞിട്ട് വടിക്കുമല്ലോ. നമ്മൾ കഞ്ഞി വാർക്കുക വടിക്കുക ഇങ്ങനെയൊക്കെ പറയുമല്ലോ. കഞ്ഞി വാർത്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടണ ആ വെള്ളയില്ലേ, അതിനകത്ത് തെളിവ് ഊറ്റിക്കളഞ്ഞിട്ട് നല്ല കൊഴുപ്പായിട്ടുള്ളതുണ്ടല്ലോ അടിയിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വാട്ടർ വേണം എടുക്കാൻ. നമ്മളതിൽ ഭയങ്കര തെളിവായിട്ടുള്ളതുണ്ട്. ആദ്യത്തെ തെളിവ് വെള്ളം നമ്മൾ ഊറ്റിക്കളയുമല്ലോ, അത് ഊറ്റിക്കളയും. ചിലർ തെളിവ് വെള്ളം എടുത്തിട്ടൊക്കെ കുടിക്കുന്ന കാണാം. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ തിക്കായിട്ടുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ എടുക്കുക. അതെടുത്തിട്ടൊരു ടോണറായിട്ട് നമുക്ക് എന്ത് ഫേസ് പാക്ക് ആയിക്കോട്ടെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടും നമുക്കൊരു ടോണറായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കഞ്ഞിവെള്ളം. വെറുതെ നമ്മൾ കൊണ്ട് അത് ചെടിയുടെ ചുറ്റിലും അവിടെ പറമ്പിലോട്ടൊക്കെ ഊറ്റുന്നതിലും അതിൽ നിന്നൊരു സ്വല്പം മതി, ഒരു കുറച്ച്. ഇത്രയും പോലും വേണ്ട. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ എടുത്തത്. ഇത്രയും പോലും വേണ്ട. അത് നമുക്കൊന്ന് സ്കിന്നിലൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. വേണമെങ്കിൽ അതിനിങ്ങനെ തേച്ചിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഒരു സ്മെല്ലുണ്ടാവും, പക്ഷെ നമ്മുടെ മുഖത്തിന് ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ഇതിപ്പം കഞ്ഞിവെള്ളം ഇങ്ങനെ ഫുള്ള് തൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ തൂത്തോളാം. ഇങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് അപ്പം തന്നെ കഴുകിക്കളയേണ്ട. അത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്താലും നമ്മളിപ്പോൾ കുളിക്കുമ്പോഴത്തേക്കും അത് പോകുമല്ലോ. അപ്പോൾ സോപ്പ് ഇടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാതെ സോപ്പ് ഇടുന്നവരാണെങ്കിൽ, ഞാൻ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല. സത്യം പറയില്ല, ഞാൻ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ നമ്മുടെ സാധാരണ കിട്ടുന്ന സോപ്പ്, ഏത് സോപ്പായിക്കോട്ടെ, ഇപ്പോൾ ഒരു സോപ്പ് തീരുമ്പോൾ അടുത്ത സോപ്പ് മേടിക്കും. അപ്പോൾ
അപ്പോൾ ആ സോപ്പ് ഉപയോഗിക്കും. അങ്ങനെ സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ സെയിം ഫേസ് വാഷ് തന്നെ ഉപയോഗിച്ച് ഉപയോഗിക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് നമ്മളുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിക്കാനും ഒരു കുഴപ്പമില്ല. ഒരുപാട് സ്കിന്നിലിട്ട് അങ്ങ് പതപ്പിച്ച് സോപ്പിട്ട് കഴുകാതിരുന്നാൽ മാത്രം മതി. സോപ്പും കുറച്ചെടുത്ത് ഒരുപാട് പതപ്പിക്കാതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കഴുകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഉരച്ച് പതച്ച് കഴിയാൽ അഴുക്ക് പോകണമെന്നുള്ള ആ ഒരു ഇതിൽ വെച്ച് നിങ്ങൾ തേക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞു വന്ന എന്തായിരുന്നു, നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒരു ടോണറായിട്ട് ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ടോണർ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. കണ്ണിലും കണ്ണിനടിയിലും ഒക്കെ തേച്ച് കൊടുത്ത്. കഞ്ഞിവെള്ളമൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ളതിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അത് തേച്ച് കൊടുത്തു. അപ്പോൾ അതാ ഇത് കുറച്ച് നേരം ഞാൻ കുളിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് തേച്ചത്. അപ്പോൾ ഇതിപ്പോൾ മുഖത്ത് തേച്ച് ഇത് തന്നെ ഉണങ്ങിക്കോളും. ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെറിയ ചെറിയ പരിപാടികൾ പഠിക്കാനോ പണി ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാം. ഹൗസ് വൈഫ്സൊക്കെ ആണെങ്കിൽ അവർക്ക് പണികൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഫേസ് പാക്ക് അതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സമയത്തെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് ഇത് ഉണങ്ങി പിടിക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയാൻ നിൽക്കാതെ ഇച്ചിരി ഒന്ന് അബ്സോർബായി നമുക്കൊരു ഇങ്ങനെ നമ്മൾ മുഖം വെക്കുമ്പോൾ ഒരു വലിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പോയി അത് കഴുകുക. തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മളെ മുഖത്ത് കഴുകുക. സോപ്പ് ഒന്നും തേക്കേണ്ട. ഒന്നുകൂടെ പറയുക, സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട. ഫേസ് വാഷ് ഉപയോഗിക്കാതെ നമ്മൾ നോർമൽ സാധാരണ വെള്ളത്തിൽ പോയി, ചൂടുവെള്ളം പോലുമല്ല പച്ച വെള്ളത്തിൽ പോയി മുഖം നന്നായിട്ട് കഴുകണം. മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ട് തോർത്തോ എന്തെങ്കിലും നല്ല സോഫ്റ്റ് ടവലോ എന്തെങ്കിലും കൊണ്ട് മുഖം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരു ടോണറായിട്ട് ഉപയോഗിക്കാം. നമ്മൾ എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്തത് അവിടെയെല്ലാം നമ്മൾ ടോണർ എടുപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ 2 കയ്യിലും ആക്കിയിട്ട് നമ്മൾ ഫുള്ള് ഫേസിലും നെക്കിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ട് അത് പിന്നെ നിങ്ങൾ കഴുകിക്കളയണ്ട. അത് നിങ്ങളുടെ സ്കിന്നിൽ ഇരുന്നോട്ടെ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിലും അതവിടെ വെക്കുക കഞ്ഞിവെള്ളത്തെ. അപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് കഴുകി സോപ്പിട്ടുള്ള ഇതിൻ്റെ മണം കൊണ്ട് ഇങ്ങനെ കഴുകാൻ തൊട്ട് പിടിക്കുകയില്ല ഉള്ള കാര്യമാണ്, പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് മുഖം കഴുകണ്ട. അതിൽ ഭേദം അതങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ആൽക്കുലത്ത് പരിപാടിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമയം കൊണ്ട് അതുകൊണ്ട് വലിഞ്ഞോളും, അത് വലിഞ്ഞ് പിടിച്ചോളും. അതിനുവേണ്ടി നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ. അപ്പോൾ തന്നെ ഒരു ടോണറുമായി ഒരു ഫേസ് പാക്കുമായി ഈ 2 ഐറ്റംസ് ഉപയോഗിച്ച് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ മസ്റ്റ് ട്രൈ. ഉറപ്പായിട്ടും ഒരു 100% ഞാൻ തരുന്നില്ലെങ്കിലും ഒരു 95% അല്ലെങ്കിൽ ഒരു 90% നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, മാക്സിമം കൂടിപ്പോയി ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. അതിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ട, കാരണം കോഫി പൗഡറാണല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള ഡെഡ് സെൽസിനെയൊക്കെ കളയുന്ന ആ ഒരു ടൈം നമുക്ക് 2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇഷ്ടമുള്ള ടൈമിൽ ഉപയോഗിക്കാം, പക്ഷേ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരു ടോണറായിട്ട് ഉപയോഗിക്കും. അതിന് പകരം നിങ്ങൾ വേറെ ടോണർ ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കഞ്ഞിവെള്ളം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് നല്ലപോലെ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം എന്താണേലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബില്ലിൽ അമർത്തുവാണെങ്കിൽ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ടാറ്റാ, ബൈ ബൈ.